സംവിധായകൻ ബാലു ഗിരിയത് കൂടി സി മലയാളം ന്യൂസ് ഒപ്പം ചേരുകയാണ്. സർ, ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 30 വർഷമായി നമ്മുടെ IFFK തുടങ്ങിയിട്ട്? ഒന്നാമത്തെ IFFK മുതൽ ഇതുവരെ ഞാൻ ഒരു കൊല്ലം ഒഴികെ ബാക്കി 29 വർഷവും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വർഷം ഞാൻ വിദേശത്തായിരുന്നു, യൂറോപ്പിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഓരോ വർഷം കഴിയും തോറും IFFKയുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ട് വരുന്നു, സ്വീകാര്യതയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രാധാന്യമുള്ള ഒരു ഫെസ്റ്റിവലായി നമ്മുടെ ഫെസ്റ്റിവൽ മാറിക്കഴിഞ്ഞു. 30 വർഷം കൊണ്ട് ഇതിൽ പ്രവർത്തിച്ചവരുടെ നിസ്വാർത്ഥമായ സേവനവും ആത്മാർത്ഥതയും കൊണ്ടാണ് അങ്ങനെ ഒരു പൊസിഷനിൽ നമ്മുടെ ഗ്രേഡിൽ ഈ ഫെസ്റ്റിവലിനെ എത്തിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഈ വർഷമാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ പടങ്ങൾ നമുക്ക് അത് പറയേണ്ട. നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഓഫീസ് കിടക്കുന്ന ടാഗോർ തിയേറ്ററിൽ നോക്കിയാൽ കഴിഞ്ഞ തവണയും കഴിഞ്ഞ പല വർഷങ്ങളിലും ഭയങ്കര തിരക്കാണ് പകലെല്ലാം. ഇപ്പം തിരക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും തിയേറ്ററുകളിലാണ്. കാരണം നല്ല സിനിമകൾ വന്നു എന്നർത്ഥം. പിന്നെ കഴിഞ്ഞ വർഷം വളരെ ഡിസിപ്ലിൻഡായിട്ട് വളരെ ഒരു പുരോഗമനപരമായ ഒരു ജനകീയമായ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. അത് ഞാൻ നമ്മുടെ പ്രേംകുമാറിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏകദേശം അതുപോലെ തന്നെയാണ് ഇത്തവണയും കൊണ്ടുപോകുന്നത്. നമ്മുടെ സെക്രട്ടറി പിന്നെ ഫെസ്റ്റിവൽ ചലച്ചിത്ര അക്കാഡമീൻ്റെ സെക്രട്ടറി ഒക്കെ വളരെ ആത്മാർത്ഥം സിൻസിയറായിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ കുക്കു പരമേശ്വരൻ വൈസ് ചെയർപേഴ്സൺ, പിന്നെ മറ്റ് ഭാരവാഹികൾ എല്ലാവരും ഡെഡിക്കേറ്റഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല സിനിമകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കാരണം തിരഞ്ഞെടുക്കപ്പെടാതെ പോയ ചില ചിത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകുന്നതാണെങ്കിലും വലിയ ഒരു ചർച്ചാവിഷയമായി മാറുന്ന ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സിനിമയാണ് ഇത്തവണ കൂടുതലുള്ളത്. എല്ലാവരും ഫെസ്റ്റിവലിലെ നല്ല സിനിമകൾ, അതായത് ലോക സിനിമയുമായി അടുത്തിടപഴകാനുള്ള, ലോക സിനിമയെ മനസ്സിലാക്കാനുള്ള, ലോക സിനിമയെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഈ അവസരം ചലച്ചിത്ര പ്രേമികളും സിനിമയെ സ്നേഹിക്കുന്നവരും ചലച്ചിത്ര വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഒരു IFFK ഒഴികെ ബാക്കി 29 IFFKയുടെയും ഭാഗമായാണ് താങ്കൾ. ആ അനുഭവത്തിൽ ഏറ്റവും മനസ്സിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ആ മനസ്സിനെ പിടിച്ചു കുലിക്കൊരു സിനിമ ഏതായിരിക്കും? അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് പറയാനൊക്കില്ല. കാരണം ഒരുപാട് സിനിമകൾ കണ്ടു കഴിഞ്ഞു. അതായത് കുറേ നല്ല സിനിമകൾ. ഇപ്പോൾ സത്യമാഷിൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊക്കില്ല. അതുപോലെ നസീർ സാറിൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാം കൊമേഴ്സ്യലായതുകൊണ്ട് ഇരുട്ടിൻ്റെ ആത്മാവെന്ന് പറയാൻ കഴിയും. പക്ഷേ സത്യമാഷിൻ്റെ അത് പറയാൻ പറ്റില്ല, കൊട്ടാരക്കര സാറിൻ്റെ അത് പറയാനൊക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, ഒരുപാട് നല്ല സിനിമകൾ കഴിഞ്ഞ ഈ 30 വർഷമായി, 29 വർഷം ഞാൻ കണ്ടു. അതുപോലെ പിന്നെ തന്നെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ, ഗോവയിലുള്ള ഫെസ്റ്റിവലിലും ഒക്കെ പിന്നെ നല്ല സിനിമകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരെണ്ണത്തിനെ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് എനിക്ക് അസാധ്യമാണ്. പിന്നെ ജനകീയമായി മാറിയ ഒരുപാട് സിനിമകൾ നമ്മുടെ ഫെസ്റ്റിവലുകളിൽ കാണിച്ചിട്ടുണ്ട്. അതും നമുക്ക് സെലക്ട് ചെയ്ത് ഇന്നതെന്ന് പറയാനായിട്ട് സാധ്യമല്ല. ഇപ്പം സിനിമയ്ക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സൗഹൃദ ബന്ധം ദൃഢമാകുന്നൊരു വേദി കൂടിയാണ് ഈ IFFK വേദി എന്ന് പറയുന്നത്. സാറിനൊരു സൗഹൃദ വലയങ്ങൾ എങ്ങനെയായിരുന്നു? സിനിമയിൽ സൗഹൃദം എന്ന വാക്ക് ഉപയോഗിച്ചത് തന്നെ തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആരോടും സൗഹൃദമില്ല. അതാണ് സിനിമ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ രംഗത്ത് മറ്റേത് കലാരംഗത്തെക്കാളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്ത് കത്തിയും പുറത്ത് എന്ന് പറയുന്ന ഒരു രീതിയാണുള്ളത്. എല്ലാവരും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എല്ലാവരും നോട്ട് ചെയ്യപ്പെടാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ആരോടും ഒരു മമതയോ സ്നേഹമോ ഒന്നുമില്ല എന്നാണ് എൻ്റെ ഈ ഫീൽഡിൽ ചലച്ചിത്ര രംഗത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം തന്നെ ഈ കാണാൻ വരുന്നവർക്കിടയിൽ സൗഹൃദമുണ്ട്. എല്ലാ വർഷവും കാണാമെന്ന ഒരു വാക്ക് നൽകിയാണ് പലരും ഇവിടുന്ന് മടങ്ങുന്നത്. അത് സിനിമാക്കാരല്ല, അതായത് സിനിമ കൊണ്ട് ഉപജീവനമാർഗം നടത്തുന്നവരല്ല, സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, സിനിമയിലെ വിദ്യാർത്ഥികൾ അവർക്കൊന്നും ഈ ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊന്നും ഇല്ല. അവർ വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് യുവതലമുറയാണ്. അത്തരത്തിലുള്ളൊരു തലമുറ വളർന്ന് വന്ന് ചലച്ചിത്ര രംഗത്തും ആ ഒരു മത്സരബുദ്ധി
നന്മയുള്ള മത്സരബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.